സാധനമുണ്ടോ? ഇതിലൊക്കെ സാധനം അവിടെ നല്ലൊരു ഗവി എന്നുള്ള ഇതിന്റെ ബാച്ചിൽ കിട്ടി. ഗവി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഡെപ്ത് ഫോറസ്റ്റും കാട്ടുപോത്തും ആനയൊക്കെയാണ്. പണ്ടത്തെ ഒരു യാത്രയാണ് ഓർമ്മ വരുന്നത്. KSRTCയിലായിരുന്നു ആദ്യമായിട്ട് ഈ ഗവിയിലൂടെ സഞ്ചരിച്ചത്. 100 കിലോമീറ്ററോളം വരുന്ന ഫോറസ്റ്റ് റൂട്ടിലൂടെ നല്ല മഴയത്ത് മുന്നോട്ട് പോകുമ്പോൾ മരച്ചില്ലകളും കല്ലും ഒക്കെ റോഡിലേക്ക് വീണ് ഞങ്ങളുടെ വഴി ഒന്ന് തടസ്സപ്പെട്ടിരുന്നു. അന്ന് ഡ്രൈവർ തന്നെ ഇറങ്ങി ആ വഴിയൊക്കെ ക്ലിയർ ചെയ്ത് ഓർമ്മ വരുന്നു. ഇതേ വഴിയിലൂടെ വർഷങ്ങൾക്ക് ശേഷം പോകുവാണ്. ഈ യാത്രയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ജംഗിൾ ക്യാമ്പ് എന്ന പ്രോഗ്രാമിന് ഭാഗമായിട്ടാണ് ഈ സവാരി നടത്തുന്നത്. ജംഗിൾ ക്യാമ്പിൻ്റെ ഈ പ്രോഗ്രാമിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഫോറസ്റ്റിൻ്റെ ബസ്സിൽ വള്ളക്കടവിൽ നിന്നും ഗവിയിലൂടെ ഈ കാട്ടിലൂടെ സവാരി ചെയ്യാൻ പറ്റുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ഈ സവാരിയിൽ ഏറ്റവും ആദ്യം കാട്ടിൽ കയറുന്ന വണ്ടി നമ്മുടേതായതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ പ്രോഗ്രാമിൽ ഗവി ഉൾപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും. 925 ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന വനസമ്പത്താണ് നമ്മുടെ ഈ പെരിയാർ ടൈഗർ റിസർവ്. അതിനെ ഈസ്റ്റ് ഡിവിഷൻ എന്നും വെസ്റ്റ് ഡിവിഷൻ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ തേക്കടിയുടെ ഭാഗമാണ് ഈസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. എന്നാൽ വള്ളക്കടവ് ഗവി ഭാഗം വെസ്റ്റ് ഡിവിഷനിൽ ഉൾപ്പെടുന്നതാണ്. ഐശ്വര്യ അല്ലേ? ഇത് ഐശ്വര്യ അല്ല, ഇത് വേറൊരു മെയില. ഐശ്വര്യയുടെ ഫോട്ടോ. ചേട്ടടുത്ത ഫോട്ടോ ആണത്? അടിപൊളി. എന്നെ ഫോട്ടോ അവൻ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ട് ആദ്യത്തെ വലിയ സാധനമുള്ളത്. ഗ്രൂപ്പിൽ നിന്ന് പോയിട്ട് മീൻസ് ഇത് ഈ അമ്മയുടെ കൂടെ തന്നെ അമ്മയുടെ ഇതിന്ന് പോയിട്ട് ആദ്യത്തെ കില്ലാന്ന് തോന്നുന്നു. അന്നൊരു മെലിഞ്ഞ് ഇരുന്ന ഈ തവണ കിട്ടിയ ഫോട്ടോ നല്ല പിക്കോളിൻസിന് കിട്ടിയിട്ട് പിക്കോളിൻസിന് കിട്ടിയത് മറ്റേ ഐശ്വര്യല്ലേ? ഐശ്വര്യ അവൻ തന്നെ. ഇത് വിക്രം എന്ന് പറഞ്ഞ മെയില്. വിക്രമോ? നല്ല സടയുള്ള സാധനം. പ്രായമായി. ഇവന്റെ ടെറിട്ടറിയിലാണ് സൂര്യ ഇപ്പം കൈയടക്കിയേക്കുന്നത്. ആണോ? നല്ല ആരോഗ്യമാണ്. നല്ല ഇത് നമ്മൾ പിടിച്ച വീഡിയോ? ഞാൻ പിടിച്ച. എങ്ങനെ? എവിടെ വെച്ച്? ഇത് കുറച്ചകത്ത് കില്ല് കണ്ടിട്ട് ഞാനൊരു മരത്തേ കയറിയിരുന്നു. രാവിലെ പോയിരുന്നു. വൈകിട്ടൊരു 3:30-4 മണിയായപ്പോഴത്തേക്ക് സാധനം വന്നു. ചേട്ടൻ തന്നെയുള്ളൂ? ഞാൻ തന്നെ ഉള്ളായിരുന്നു. ഇവിടുത്തെ കടുവയ്ക്ക് നമ്മളെ ഭയങ്കര പേടിയാ. അതുകൊണ്ട് കടുവ പ്രശ്നമില്ല. അയ്യോ, അതെങ്ങനെയാ ചേട്ടനാ ധൈര്യം വന്ന്? അതൊക്കെ റെയർ സാധനം അല്ലേ? എന്നാ റെയർ സാധനം അല്ലേ? അതിന്റെ കണക്കെടുപ്പ് വരെ ഉണ്ടായിരുന്നോ? ഇവിടെ 30 മുതൽ 35 പറയുന്നത്. ക്യാമറ ട്രാപ്പിൽ കിട്ടുന്ന കണക്കുകളാ പറയുന്നത്. അതിൽ ഈ കപ്സിനെ ഉൾപ്പെടുത്തത്തില്ല. ക്യാമറയിൽ കിട്ടാത്തതിനല്ലേ കണക്കിൽ കിട്ടുന്നത് മാത്രമേ കണക്കൂ. അതിൽ കൂടുതലുണ്ട്, എന്നാലും ഒരുപാട് കൂടുതലാവത്തില്ല. ഒരുപാട് കൂടുതലാവത്തില്ല. ഈ ടെറിട്ടറി അങ്ങനെയുള്ള അതുങ്ങൾ തന്നെ അറ്റാക്ക് ചെയ്യും. ഈ വനപ്രദേശം പല സ്വഭാവത്തിലുള്ള കാടുകളായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. 200 സെന്റിമീറ്ററിലധികം മഴ ലഭിക്കുന്ന ഈ വനപ്രദേശം വർഷം മുഴുവൻ പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നു. എന്നാൽ ഇവിടെ താരതമ്യേന ചൂട് കൂടുതലായിരിക്കും. വന്യജീവികൾക്ക് താമസിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ വന്യജീവികളും ജൈവവൈവിധ്യമൊക്കെ ഈ വനപ്രദേശങ്ങളിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഷോല ഗ്രീൻലാൻഡ് എക്കോസിസ്റ്റം ഉണ്ടായിരിക്കും, അതായത് ഷോലവനക്കാടുകൾ. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്റർ ഉയരത്തിലുള്ള പച്ച വിരിച്ച പുൽമേടുകൾ പോലുള്ള പ്രദേശമാണിവിടെ. ജംഗിൾ ക്യാമ്പ് പ്രോഗ്രാമിൽ നമ്മൾ കയറിയ മാനമുട്ടി മലയൊക്കെ ഈ ഷോലവനക്കാടുകളാണ്. അതുപോലെ തന്നെ നദികളും തോടുകളും ചുറ്റിയുള്ള തീരങ്ങളിൽ വളരുന്ന നദീതീര കാടുകളും മുളകളാൽ സമൃദ്ധമായിട്ടുള്ള ബാംബു ഫോറസ്റ്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വേഴാമ്പലം എല്ലാം കണ്ടിട്ടുണ്ടോ ഇവിടെ? മലമുഴക്കി ഉണ്ടല്ലേ? മലമുഴക്കി വരുന്ന സമയമായത്. ആണോ? ആണിനെ കണ്ണത് ഇങ്ങനെ ഫുള്ള് റെഡ്. ഓ അങ്ങനെയല്ലേ? ഫീമെയിലിന് വൈറ്റ് ഉണ്ട് കണ്ണിനത്. ആണല്ലേ? ഈ ഭാഗത്ത് നമ്മുടെ ഡോർമെട്രിയുടെ മുകളിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് ഭയങ്കര അടവ് പിടിച്ച ആനയാണ് ഇത് രണ്ടും. ആണോ? ഇതിലെങ്കിലും പമ്മി പതുങ്ങി താഴെ ഇറങ്ങി. രണ്ടെണ്ണം ഭയങ്കര കള്ളത്തരം ഇറങ്ങാൻ. അടുത്ത വളവിൽ വല്ല ആനയെ കാട്ടുപോത്ത് നിൽപ്പുണ്ടോ എന്ന ആകാംക്ഷയിലാണ്. അത് വെറും ഒരു പ്രതീക്ഷയല്ലായിരുന്നു, അമ്മാരവിടെ ഉണ്ട്.
അതിപ്പോൾ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് അത് പോകേണ്ടതാണ്. പക്ഷെ അതിപ്പോൾ ഇവിടെ വരും, നോക്കിയത് ഒന്നും കൂടി കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരും. ഇപ്പോൾ വരും. ഈ ശബ്ദം കേൾക്കുമ്പോഴേ ചിലപ്പോൾ ക്രോസ് ചെയ്യാനായിരിക്കും നിൽക്കുന്നത്. അതൊക്കെ ക്രോസ് ചെയ്യാനാണെന്നാണ് തോന്നുന്നത്. ഗവി സവാരിക്ക് ശേഷം അടുത്ത പ്രോഗ്രാമാണ് ബേഡ് വാച്ചിങ്. കാട്ടിനുള്ളിലേക്ക് കൂപ്പ് റോഡിലൂടെ ചെറിയൊരു വാക്കിങ്. ഇതുണ്ടോ ചേട്ടാ? ഇത് കറണ്ട് വരുന്നുണ്ടോ? നമ്മൾ മനുഷ്യന്മാർ തൊട്ട് കഴിഞ്ഞാൽ അടിക്കൂ? അതല്ല ഞാൻ ചോദിച്ചേ, ശരീരത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ഇതുണ്ടോന്ന്. ഇതിന് ചെറിയൊരു തരിപ്പ് മാത്രമേ ഉള്ളായിരിക്കുമല്ലോ. ഓരോ അടിക്കും പവർ കൂടിയേ വരുള്ളൂ. ആദ്യത്തെ സാമ്പിള് അതിനെ അടുത്തടിക്ക് കുറച്ചുകൂടി പവർ കൂടുതൽ കാണും. ഓഹോ, അങ്ങനെയല്ലേ. വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്ന് പറയുന്നൊരു പക്ഷി അത് ഇരിപ്പുണ്ട്. ഓ മൈ ഗോഡ്, തത്തച്ചിൻ എന്ന് പറയുന്ന ഏറ്റവും ചെറുത്, തത്തവർഗത്തിൽ ഏറ്റവും ചെറുത്. തത്തച്ചിണ്ടനോ? തത്തച്ചിന്ന യെല്ലോ ഓറിയൻ അങ്ങനെ എന്തല്ലേ? അതെ, ചെറിയ കളർ വ്യത്യാസമില്ല. അത് മെയിലാ? മെയിലല്ലേ? മണികണ്ഠൻ എന്ന് പറയുന്ന പക്ഷി കണ്ടോ? അവിടെ കണ്ടോ? പ്ലെയിൻ ത്രോട്ടഡ് ബുൾബുൾ എന്ന് പറയുന്ന ഒരു പക്ഷി. അത് കഴിക്കാൻ വേണ്ടി വരുന്ന അത് കഴിക്കുന്നത്. ഇത് കഴിച്ച് പക്ഷികൾ കഴിച്ച് ഇത് ശരിക്കും ആയിട്ടുണ്ട്. ഇത് എന്നാ ഇതിന്റെ ഈ പക്ഷിയുടെ പേരാണ്? യെല്ലോ ബ്രൗഡ് ബുൾബുൾ. യെല്ലോ ബ്രൗഡ് ബുൾബുൾ. മഞ്ഞച്ചിന്നൻ എന്ന് പറയും മലയാളം. പല പേരുകൾ നമ്മളവിടെ വെച്ച് കണ്ടത്. അല്ല, അത് മണികണ്ഠൻ. ഇവൻ തന്നെ. അതെ അതെ. വെൻതേക്ക് എന്ന് പറയുന്ന മര, അത് ഹിൽമൈന. അതിന്റെ മുകളിൽ ഇരിക്കുന്നു സദേൺ ഹിൽമൈന. സാനിറ്റൈസർ ഉണ്ടോ? കയറും തോന്നുന്നു, കടിക്കുന്നുണ്ട്. ഉണ്ട്. പോയി എടുത്ത് കളഞ്ഞേനെ. നേഴ്സിനെ ചെറിയ സൗണ്ട് പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലേ? കാരണം ഫോണിൽ വെച്ച ഇത് കേട്ട അവന്മാർ ഓടി വരണമെങ്കിൽ എത്ര ഇതായിരിക്കും. മിനിവെറ്റിന്റെ കോളുണ്ട്. ആണോ? ഓറഞ്ച് മിനിവെറ്റിന്റെ. ഓറഞ്ച്? അല്ല, ഇത് മെയില്, മഞ്ഞ ഫീമെയിലും ആണ്. ഏത് മറ്റേ മഞ്ഞച്ചിൻ്റെ ആണോ? അല്ല, ഇതിന്റെ തന്നെ യെല്ലോ മിനിവെറ്റ് ഉണ്ട്. യെല്ലോ മിനിവെറ്റ് ഉണ്ട്. ഈ ഏരിയയിൽ പക്ഷികൾ ഇഷ്ടംപോലെ ഉള്ളതാണോ? 224 പക്ഷികളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആണല്ലേ? വേലിത്തത്തെ എന്ന് പറയുന്നത്. വേലിത്തത്തെ എവിടെ? ഒരെണ്ണം മേളിൽ പോയി, ഒരെണ്ണം വീട്ടിലിരിക്കുന്നു. വേടല്ലല്ലേ? അത് ഞാൻ ഓർത്ത് ചേട്ടന് ക്ലിയർ അയച്ചപ്പോൾ ഞാൻ ഓർത്ത് പുതിയ തരത്തിലുള്ള ക്ലീൻ. ഓക്കെ, ഇത് നമ്മുടെ ഒല്ലഞ്ഞാലിയുടെ കാട്ടു വേർഷൻ അല്ലേ? ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? ഞാൻ ആരാന്ന് വിചാരിച്ചെന്നറിയോ? മറ്റേ ഒരു ചെറിയ കിളി ഉണ്ടല്ലോ, മീൻസ് വാലിന് നല്ല നീളമുള്ള കിളി. ആ സാധനം തട്ടക്കാടി വെച്ച് അതിന്റെ വെള്ളനെ കണ്ടത്. ഇത് തന്നെ. പാരഡൈസ്. പാരഡൈസ്. ഫ്ലൈ ക്യാച്ചർ അല്ലേ? പാരഡൈസ്. ഞാൻ ഇവനാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഈ സാധനം. പഴയ കൂപ്പറോടാ. കൂപ്പറോടാണോ? യൂക്കാലിയൊക്കെ വെട്ടുന്ന സമയത്ത് അങ്ങനെ വെട്ടിയ റോഡാണ്. പിന്നെ ടൈഗർ റിസർവ് ആയതിനു ശേഷം മരമുറിയൊക്കെ നിന്നുകൊണ്ട് ഇതിന് പെട്രോളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ആന ഇറങ്ങും പറമ്പില്ല, അപ്പൊ ആ സമയത്ത് ഇതിലെ വണ്ടി കൊണ്ടുപോയി. രാത്രി ആയിക്കഴിഞ്ഞാൽ ആനശല്യം ഉണ്ട് ഭയങ്കര. ആന ഇവിടുന്ന് അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടി. അപ്പൊ രാത്രി എല്ലാരും ഇവിടെ ആന ഉപയോഗിക്കും അല്ലേ? ഈ ഏരിയയില് ഇവിടെ ഫുള്ളും വനം അല്ലേ? ഗ്രാസ്ലാൻഡാ. ഇങ്ങനെ ഒരു ഷോല കയറി കിടക്കുക. ഷോല ഫോറസ്റ്റ്. അകത്തോട്ട് കാട് അകത്തോട്ടാണ്. അതെയ്യാ. അവിടെ പോവോ? സർവേ അകത്തോട്ട് കാട്ടിലോട്ട്.
ഇത് സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേറെ വേറെ സെക്ഷനുകളാണ്, വേറെ വേറെ സ്റ്റാഫുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കപ്ലിംഗ് ഉള്ളത്. ശരി ശരി. പറമ്പിൽ എന്ന് പറയുമ്പം അങ്ങോട്ട് ആനയിറങ്ങും. തെങ്ങും വാഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആന ഒരു തവണ വന്നാൽ പിന്നെ ചാലുകൾ എന്തായാലും വർഷത്തിൽ ഒരു തവണ കവർ ചെയ്യും. ഉറപ്പായിട്ടും ആനയുടെ സ്ഥിരം ചാലുകളെ പഴയകാല ചാലുകളിൽ വർഷത്തിൽ ഒരിക്കൽ എന്തായാലും വരും. മൃഗങ്ങൾ ടൈഗറിന്റെ ആണേലും അവന്റെ ടെറിട്ടറി മാസത്തിൽ ഒരു തവണ കവർ ചെയ്യും. ടൈഗറിന് മനുഷ്യരെ പേടിയല്ലേ? ഭയങ്കര പേടിയാ. പെരിയാറിലെ ടൈഗറിന് പിന്നെ ആനക്കുഞ്ഞിന്റെ പുറകിലേ നടക്കുക. പക്ഷെ അപ്പൊ മറ്റേ ആനകള് പിന്നെ ഇത്ര പ്രൊട്ടക്ട് ചെയ്യുമല്ലോ കുഞ്ഞിനെ? എല്ലാം പ്രൊട്ടക്ട് ചെയ്താൽ ഇവൻ പുറകെ കാണും. ചെറിയൊരു ഇത് വെക്കുമ്പോ അല്ലേ കണ്ണ് തെറ്റുമ്പോ? കണ്ണ് തട്ടുന്നപ്പോ തെറ്റാതെ അപ്പൊ അതിനേക്കാൾ സാർപ്പായിരിക്കും ആന കിടക്കുന്നത്. അതെ അതെ. ഇവനെ അടുപ്പിക്കാതെ തന്നെ നോക്കി നടത്തുന്ന ഒരു രക്ഷമില്ല. മ്ലാവൊക്കെ എപ്പോ ഓടിച്ച് പിടിച്ചെന്ന് ചോദിച്ചാൽ അറിയാം. ആണല്ലേ മറ്റേ കടുവ കടന്ന് എത്തത് പോലെ തന്നെ അഭിനയിക്കുന്നപ്പോ ഇവൻ അടുത്ത് നിൽക്കുന്ന പൊട്ടന്മാരല്ലേ ഈ മ്ലാവൊക്കെ. ആനയുണ്ട്. അങ്ങനെ കാടിനെ കൂടുതൽ അറിയാൻ പറ്റിയ ജംഗിൾ ക്യാമ്പ് എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു, അതിവിടെ ഒന്നുകൂടെ പറയാം. ഈ മാനമുട്ടിമല ട്രെക്കിങ്, ഇതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഗവി സഫാരി, ബേർഡ് വാച്ചിങ്, തേക്കടി ബോട്ടിങ് തുടങ്ങിയ പ്രോഗ്രാംസും ഇതിൽ ഇൻക്ലൂഡാണ്. ഈ പ്രോഗ്രാംസും സ്റ്റേയും ഫുഡും എല്ലാം കൂടെ ഉൾപ്പെടെ ഒരു ടെൻറ്റിന് 5500 രൂപയാണ് വരുന്നത്. പിന്നെ എൻട്രൻസ് ഫീ ആയിട്ട് ഒരു 90 രൂപയും എക്സ്ട്രാ വരും. ഒരു ടെൻറ്റ് സ്റ്റേയിൽ 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ജംഗിൾ ക്യാമ്പിലെ ആദ്യത്തെ പ്രോഗ്രാം കഴിഞ്ഞു. തീർന്നില്ല, നാളെ അടുത്ത പരിപാടിയുണ്ട്.